കോ എവല്യൂഷൻ അഥവാ മ്യൂച്വലിസം കാണിക്കുമ്പോൾ മ്യൂച്വൽ ബെനിഫിറ്റ് കൊടുക്കുന്ന ആ കോ എവല്യൂഷനിൽ വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഓർക്കിഡ്സിനെ പറ്റിയാണ്. സോ ഓർക്കിഡ്സ് ആണെങ്കിൽ വളരെയധികം നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഭയങ്കര അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള, അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള, വളരെയധികം കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഫ്ലോറൽ പാറ്റേൺസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺസ് ഓർക്കിഡ്സിനുണ്ട്. സോ ഓർക്കിഡ്സ് ഷോ വളരെയധികം ആയിട്ടുള്ള ബിവൽഡറിങ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഫ്ലോറൽ പാറ്റേൺസ്. സോ പല ഓർക്കിഡ്സും പല തരത്തിലാണ്, പല ഓർക്കിഡ്സിനും പല തരത്തിലുള്ള ഫ്ലോറൽ പാറ്റേൺ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺസ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഓർക്കിഡ്സ് എന്തൊക്കെയാണ് ഡൈവേഴ്സ് ഫ്ലോറൽ പാറ്റേൺസ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഓർക്കിഡ്സിന് ഇത്രയും എന്താ പറയുക അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇത്രയും കുഴയ്ക്കുന്ന തരത്തിലുള്ള ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്, അതെങ്ങനെയാണ് അത് ഇവോൾവ് ചെയ്ത് വന്നതെന്ന് വെച്ചാൽ ടു അട്രാക്ട് ദ റൈറ്റ് പോളിനേറ്റർ ഇൻസെക്റ്റ്. ഓർക്കിഡുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പോളിനേറ്റർ ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലത്തെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ഓർക്കിഡ്സിനുള്ളത്. സോ ഓർക്കിഡ്സിന് ഡൈവേഴ്സ് ഫ്ലോറൽ പാറ്റേൺസ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്തിനു വേണ്ടി, ഇൻ ഓർഡർ ടു അട്രാക്ട് റൈറ്റ് പോളിനേറ്റർ ഇൻസെക്റ്റ്, അതിൻ്റേതായുള്ള ശരിയായ തരത്തിലുള്ള പോളിനേറ്റർ ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ബീസ് ആൻഡ് ബംബിൾ ബീസ് പോലത്തെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ തന്നെ ഒരു പോളിനേറ്റർ ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ തരത്തിലുള്ള ഫ്ലോറൽ പാറ്റേൺസാണ് മിക്കവാറും ഓർക്കിഡ്സിനുള്ളത്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഗ്യാരണ്ടീഡ് പോളിനേഷൻ നടപ്പിലാക്കാൻ പറ്റുന്നത്. സോ ഇറ്റ് എൻഷ്യൂർസ് ഗ്യാരണ്ടീഡ് പോളിനേഷൻസ്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെയധികം അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺസ് നമുക്ക് ഓർക്കിഡ്സിൽ കാണാൻ പറ്റും. അങ്ങനത്തെ ആ ഫ്ലോറൽ പാറ്റേൺസ് ഇവോൾവ് ചെയ്ത് വന്നത് അതിൻ്റെ ശരിയായ രീതിയിലുള്ള പോളിനേറ്റർ ഇൻസെക്റ്റ്, ബംബിൾ ബീസ് പോലെയുള്ള ശരിയായ പോളിനേറ്റർ ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനും അതുവഴി പോളിനേഷൻ ഗ്യാരണ്ടീഡ് ആവാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺസ് ഓർക്കിഡ്സിന് കാണപ്പെടുന്നത്. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിറ്ററേനിയൻ ഓർക്കിഡിലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് നമ്മൾ പറയുകയാണ് മെഡിറ്ററേനിയൻ ഓർക്കിഡ് ഒഫൈറിസ്. സോ മെഡിറ്ററേനിയൻ ഓർക്കിഡ് ഒഫൈറിസിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ് കാണിക്കുന്നത്. അതിന് നമ്മൾ പറയുന്നത് ഇറ്റ് ഷോ സെക്ഷൽ ഡെസിറ്റ്. സോ സെക്ഷൽ ഡെസിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു പോളിനേഷൻ നടക്കുന്നതിന് വേണ്ടി അത് കാണിക്കുന്ന ഒരു കാപട്യം. സെക്ഷൽ ഡെസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈംഗിക കാപട്യം എന്നാണ് അതിൻ്റെ അർത്ഥം. സോ മെഡിറ്ററേനിയൻ ഓർക്കിഡ് ആയിട്ടുള്ള ഒഫൈറിസ് ഒരു പ്രത്യേക തരത്തിലുള്ള സെക്ഷൽ ഡെസിറ്റ്, ലൈംഗിക കാപട്യം കാണിക്കുന്നത്. അതായത് ഒരു തരത്തിൽ അതിൻ്റെ ആ റൈറ്റ് പോളിനേറ്റർ ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള സെക്ഷലി ആയിട്ടുള്ള ഒരു കാപട്യം കാണിക്കുന്നത്. അതാണ് സെക്ഷൽ ഡെസിറ്റ് എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്. സോ മെഡിറ്ററേനിയൻ ഓർക്കിഡ് ഒഫൈറിസ് ഷോ സെക്ഷൽ ഡെസിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഗെറ്റ് പോളിനേഷൻ ബൈ എ സ്പീഷീസ് ഓഫ് ബീ. സോ ആ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ബീ വഴി പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഈ മെഡിറ്ററേനിയൻ ഓർക്കിഡ് ആയിട്ടുള്ള ഒഫൈറിസ് സെക്ഷൽ ഡെസിറ്റ് കാണിക്കുന്നു. എന്ത് തരത്തിലുള്ള ലൈംഗിക കാപട്യം അല്ലെങ്കിൽ സെക്ഷൽ ഡെസിറ്റാണ് ഈ ഓർക്കിഡ് ഒഫൈറിസ്, അതായത് മെഡിറ്ററേനിയൻ ഓർക്കിഡ് ആയിട്ടുള്ള ഒഫൈറിസ് കാണിക്കുന്നത് നോക്കാം. അത് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ബീനെ തന്നെ പോളിനേഷനായിട്ട് കിട്ടാനും അതിൻ്റെ പോളിനേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സെക്ഷൽ ഡെസിറ്റ് കാണിക്കുന്നത്. അതെന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കൂ. ഈ ഓർക്കിഡിൻ്റെ ഒരു പെറ്റൽ, വൺ പെറ്റൽ ഓഫ് ഇറ്റ്സ് ഫ്ലവർ, ഈ ഓർക്കിഡ് ഫ്ലവറിൻ്റെ ഫ്ലവറിലെ ഒരു പെറ്റലിന് ഒരുപാട് രൂപസാദൃശ്യം, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു റിസംബ്ലൻസ് ഫീമെയിൽ ബീയുമായിട്ട്, ഏത് സ്പീഷീസ് ഓഫ് ബീയോ ആയിട്ടാണ് പോളിനേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്, പോളിനേഷൻ നടക്കാനായിട്ട് ആ ബീൻ്റെ ഫീമെയിൽ ബീയുമായിട്ട് ഒരുപാട് രൂപസാദൃശ്യം, അത്രയും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള റിസംബ്ലൻസ് ആ ഫീമെയിൽ ബീയുമായിട്ട് നമ്മുടെ ഓർക്കിഡിൻ്റെ ഫ്ലവറിൻ്റെ ഒരു പെറ്റലിനുണ്ടായിരിക്കും. സോ ഈ ഓർക്കിഡിൻ്റെ ഫ്ലവറിലുള്ള ഒരു പെറ്റലിന് ഹൈലി അത്രമാത്രം ഒരു രൂപസാദൃശ്യം റിസംബ്ലൻസ് ഫീമെയിൽ ബീയുമായിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ആ സ്പെസിഫിക് ആയിട്ടുള്ള ബീ ആണ് ഈ പറഞ്ഞ ഓർക്കിഡ് ആയിട്ടുള്ള ഒഫൈറിസിനെ പോളിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സോ ഈ ഓർക്കിഡിൻ്റെ
ഫ്ലവറിൽ ഒരു പെറ്റൽ മാത്രം നമ്മൾ ഈ പറഞ്ഞ ഫീമെയിൽ ബീയുമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അത്രമാത്രം രൂപസാദൃശ്യം ഈ ഒരു ഫ്ലവറിനെ കണ്ടാൽ തോന്നും. സോ അത് കാരണം എന്ത് ചെയ്യുന്നു, ഈ മെയിൽ ബി അട്രാക്റ്റഡ് ആവുന്നു, ഈ ഓർക്കിഡ് ഫ്ലവറിലേക്ക് അട്രാക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് അതിൻ്റെ ഫീമെയിൽ ബീൻ്റെ അതുപോലത്തെ രൂപസാദൃശ്യമുള്ള ഒരു പെറ്റലാണ് ഓർക്കിഡിൻ്റെ ഫ്ലവറിലുള്ളത്. സോ അതൊരു ഫീമെയിൽ ബി ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, മെയിൽ ബി അട്രാക്റ്റഡ് ആയിട്ട് ഈ ഓർക്കിഡിലേക്ക് വരുന്നു. സോ മെയിൽ ബി അട്രാക്റ്റഡ് ആൻഡ് ഇറ്റ് പെർസീവ്സ് ആസ് ഫീമെയിൽ. എന്തൊക്കെയാണ് അതിന് രൂപസാദൃശ്യം? സോ ഈ ഓർക്കിഡിൻ്റെ ഫ്ലവറിൽ കാണുന്ന ഒരു പെറ്റലിന് നമ്മുടെ ഫീമെയിൽ ബിയിൽ കാണുന്ന പോലെ അതിൻ്റെ സൈസിലും കളറിലും മാർക്കിങ്സിലൊക്കെ ഒരുപാട് രൂപസാദൃശ്യമാണ്, സെയിം റിസംബ്ലൻസ് തോന്നിക്കും. സോ ഫീമെയിൽ ബിയിലുള്ള സൈസ്, ഫീമെയിൽ ബിയുടെ സെയിം സൈസ്, അതിൻ്റെ സെയിം കളറ്, അതിൻ്റെ സെയിം മാർക്കിങ്സ്, അതിൻ്റെ ബോഡിയിൽ കാണുന്ന സെയിം മാർക്കിങ്സുകളായിരിക്കും നമ്മുടെ ഓർക്കിഡ്, ഏത് മെഡിറ്ററേനിയൻ ഓർക്കിഡ് ഓഫ് ഐറേസിൻ്റെ ഫ്ലവറിലുള്ള ഒരു പെറ്റലിന് ഉണ്ടായിരിക്കുക. സോ ആ ഒരു പെറ്റല് ഫീമെയിൽ ബി ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, മെയിൽ ബി അട്രാക്റ്റഡ് ആയിട്ട് വരുന്നു. ഇറ്റ് പെർസീവ്സ് ആസ് ഫീമെയിൽ ആയിട്ട് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിന് വന്നിട്ട് അത് സ്യൂഡോ കോപ്പുലേഷൻ നടക്കുന്നു. സോ ഒരു ഫോൾസ് ആയിട്ടുള്ള കോപ്പുലേഷൻ ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതിനെ സ്യൂഡോ കോപ്പുലേഷൻ. സോ ഇറ്റ് സ്യൂഡോ കോപ്പുലേറ്റ്സ് വിത്ത് ദ ഫ്ലവർ. സോ ഈ ഓർക്കിഡ് ഓഫ് ഐറസിലെ ഒരു പെറ്റലിന് നമ്മുടെ ആ ഫീമെയിൽ ബിയുമായിട്ട് സൈസിലും അതിൻ്റെ കളറുമായിട്ടും അതിൻ്റെ മാർക്കിങ്സുമായിട്ട് ഒരുപാട് റിസംബ്ലൻസ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ മെയിൽ ബി എന്ത് ചെയ്യുന്നു, ഈ ഫീമെയിൽ ഫ്ലവറിലേക്ക് അല്ലെങ്കിൽ ഈ ഫ്ലവറിൻ്റെ ആ പെറ്റലിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വന്ന് അതുമായിട്ട് സ്യൂഡോ കോപ്പുലേഷൻ നടത്തും. ഈ ഫ്ലവറിൽ വന്നിട്ട് സ്യൂഡോ കോപ്പുലേഷൻ നടത്തുന്നു. സോ ആ സ്യൂഡോ കോപ്പുലേഷൻ എന്ന് പറഞ്ഞ ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഡ്യൂറിങ് ദാറ്റ് പ്രോസസ്സ് എന്ത് സംഭവിക്കുന്നു, ഡസ്റ്റഡ് പോളൻ ഫ്രം ദ ഫ്ലവർ, ആ ഫ്ലവറിൽ നിന്ന് ആ പോളനെ അതിൻ്റെ ബോഡിയിലേക്ക് എത്തുന്നു. സോ ഈ മെയിൽ ബി ഈ ഫ്ലവറിൻ്റെ, ഈ പറഞ്ഞ ഓർക്കിഡ് ഫ്ലവറിൻ്റെ ഒരു പെറ്റലിൻ്റെ ഫീമെയിൽ ബിയുമായിട്ടുള്ള രൂപസാദൃശ്യം കണ്ട് വന്ന് സ്യൂഡോ കോപ്പുലേഷൻ നടത്തുമ്പോൾ ആ ഫ്ലവറിലുള്ള ആ പോളൻ എന്ത് ചെയ്യുന്നു, ഈ മെയിൽ ബീൻ്റെ ബോഡിയിലേക്ക് ഡസ്റ്റഡ് ആവുന്നു, അതിൻ്റെ മേലെ കയറി പിടിക്കുന്നു. എന്നിട്ട് വെൻ ദ സെയിം ബി, ഈ മെയിൽ ബി എന്ത് ചെയ്യുന്നു, സെയിം ബി സ്യൂഡോ കോപ്പുലേറ്റ്സ് വിത്ത് അനദർ ഫ്ലവർ, വീണ്ടും വേറൊരു ഓർക്കിഡ് ഓഫ് ഐറസിലെത്തുമ്പോൾ അവിടെയും ഇതൊരു തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ ഫീമെയിൽ ബി ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെയും പോയിട്ട് സ്യൂഡോ കോപ്പുലേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, സ്യൂഡോ കോപ്പുലേറ്റ്സ് വിത്ത് അനദർ ഫ്ലവർ, വേറൊരു ഓർക്കിഡ് ഓഫ് ഐറസുമായിട്ട് അത് സ്യൂഡോ കോപ്പുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നേരത്തെ സന്ദർശിച്ച ആ ഫ്ലവറിൽ നിന്ന് അതിൻ്റെ ബോഡിയിൽ പോളൻസ് ഡസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ട്രാൻസ്ഫർ ദാറ്റ് പോളൻ ടു ദിസ് ഫ്ലവർ, ഈ ഫ്ലവറിലേക്ക് നേരത്തെ അവിടെ ആ ഫ്ലവറിൽ നിന്ന് കിട്ടിയ പോളനെ ഇപ്പോൾ സ്യൂഡോ കോപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലവറിലേക്ക് അത് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ ട്രാൻസ്ഫർ ദ പോളൻ ടു ദിസ് രണ്ടാമത്തെ ഫ്ലവർ. അങ്ങനെ എന്ത് ചെയ്യുന്നു, സ്യൂഡോ കോപ്പുലേഷൻ്റെ ഭാഗമായിട്ട് അവിടെ പോളിനേഷൻ ഓഫ് ദാറ്റ് ഫ്ലവർ സംഭവിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മുടെ മെഡിറ്ററേനിയൻ ഓർക്കിഡ് ഓഫ് ഐറസ് ഒരു സെക്ഷൽ ഡെസിറ്റിലൂടെ, അതായത് ലൈംഗിക കാപട്യത്തിലൂടെ അതിൻ്റെ പോളിനേഷൻ അച്ചീവ് ചെയ്യുന്നത്. സോ എന്താണ് സംഭവിച്ചത്, സോ പോളിനേഷൻ, സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബി വഴി പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഈ മെഡിറ്ററേനിയൻ ഓർക്കിഡ് ഓഫ് ഐറസിൻ്റെ ഫ്ലവറിലുള്ള ഒരു പെറ്റലിന് നമ്മുടെ ഫീമെയിൽ ബിയുമായിട്ട് ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്ത അത്ര തരത്തിലുള്ള ഒരു രൂപസാദൃശ്യം സൈസിലും കളറിലും മാർക്കിങ്സിലും സംഭവിക്കുന്നു. അങ്ങനെ മെയിൽ ബി ഈ ഫീമെയിൽ ഈ ഓർക്കിഡിൻ്റെ ഓഫ് ഐറസിലെ ആ ഒരു പെറ്റലിലേക്ക്, ആ ഒരു പെർട്ടിക്കുലർ പെറ്റലിലേക്ക് ഫീമെയിൽ ബി ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അട്രാക്റ്റഡായി വന്ന് സ്യൂഡോ കോപ്പുലേഷൻ നടക്കുന്നു ആ ഫ്ലവറിൽ. ആ സ്യൂഡോ കോപ്പുലേഷൻ്റെ ഭാഗമായിട്ട് ആ ഫ്ലവറിലുള്ള പോളൻ ഗ്രെയിൻസ് ആ നമ്മുടെ മെയിൽ ബിയുടെ ബോഡിയിലേക്ക് ഡസ്റ്റഡ് ആവുന്നു, ഫ്ലവറിൽ നിന്ന് അതിൻ്റെ ബോഡിയിൽ എത്തുന്നു. പിന്നീട് ഇതേ സെയിം ബി വേറൊരു ഫ്ലവറിനെ ഇതുപോലെ വീണ്ടും സ്യൂഡോ കോപ്പുലേഷൻ നടക്കുമ്പോൾ അപ്പോൾ അവരുടെ ബോഡി, മെയിൽ ബിയുടെ ബോഡിയിലുള്ള ആ പോളൻ എന്ത് ചെയ്യുന്നു, അവിടെ ട്രാൻസ്ഫേർഡ് ആവുന്നു, ആ ഫ്ലവറിൽ ട്രാൻസ്ഫേർഡ് ചെയ്ത് എന്ത് സംഭവിക്കുന്നു, അങ്ങനെ ആ ഫ്ലവറിൽ പോളിനേഷൻ സംഭവിക്കുന്നു. ഇങ്ങനെയാണ് അവിടെ എന്ത് നടക്കുന്നത്, അവിടെ ഒരു പോളിനേഷൻ അച്ചീവ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇഫ് ദ ഫീമെയിൽ ബിയിൽ കളർ പാറ്റേൺ, നമ്മൾ പറഞ്ഞു ഫീമെയിൽ ബിയുമായിട്ട് സൈസിലും കളറിലും മാർക്കിങ്സിലൊക്കെ അത്രമാത്രം അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു റിസംബ്ലൻസ്
നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തത്ര റിസംബ്ലൻസ് അതിൻ്റെ ഒരു പെറ്റലിന് തന്നെ ഫീമെയിൽ ബീയുടെ പോലെ തന്നെ ഉണ്ടായിരിക്കും. സോ ഒരു പക്ഷേ നമ്മുടെ ഫീമെയിൽ ബീയുടെ കളർ പാറ്റേൺ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, സോ ഫീമെയിൽ ബീയുടെ നോർമൽ ഫീമെയിൽ ബീക്കുള്ള ആ കളർ പാറ്റേൺ കുറച്ചെങ്കിലും സ്ലൈറ്റായിട്ടെങ്കിലും ഏതെങ്കിലും ഒരു ഇവല്യൂഷനിൽ ഒരു റീസണായിട്ട്, എന്തെങ്കിലും ഒരു റീസൺ കാരണം കൊണ്ട് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഫീമെയിൽ ബീയുടെ കളർ പാറ്റേൺ ചെറുതായിട്ടെങ്കിലും ചേഞ്ച് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ പോളിനേഷൻ്റെ സക്സസ് വളരെയധികം കുറയുന്നു. സോ ഫീമെയിൽ ബീൻ്റെ കളർ പാറ്റേൺ അതുപോലെ തന്നെ ഈ ഓർക്കിഡ് ഓഫ് എയറീസിൻ്റെ ഒരു പെറ്റലിൽ അതുപോലെ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പോളിനേഷൻ സക്സസ് ആയിട്ട് നടക്കുന്നത്. ഇൻ കേസ് ഈ ഫീമെയിൽ ബീയുടെ കളർ പാറ്റേണിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ചെറുതായിട്ടെങ്കിലും ഏതെങ്കിലും ഒരു റീസൺ പ്രകാരം ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പോളിനേഷൻ സക്സസ്ഫുള്ളായിട്ട് നടക്കുകയില്ല എന്ന് മാത്രം, അത് വളരെയധികം റെഡ്യൂസ്ഡ് ആവുന്നു. സോ ഇൻ കേസ് നമ്മുടെ ഫീമെയിൽ ബീക്ക് കളർ പാറ്റേൺ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്ത് സംഭവിക്കണം? ഓർക്കിഡ് ഫ്ലവറിനും അതുപോലെ തന്നെ കോ ഇവല്യൂഷൻ നടന്നിരിക്കണം. സോ ഓർക്കിഡ് ഫ്ലവറിൽ ഇപ്പോൾ നമ്മുടെ ഫീമെയിൽ ബീയിൽ ഏത് തരത്തിലുള്ള ചേഞ്ചാണോ കളർ പാറ്റേണിൽ വന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് ഫ്ലവറിൻ്റെ ആ പെർട്ടിക്കുലർ പെറ്റലിനും ഒരു കോ ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് ആ ചേഞ്ച് അതേ റിസംബ്ലൻസ് വന്നാൽ മാത്രമേ അവിടെ കറക്റ്റായിട്ട് പോളിനേഷൻ നടക്കുള്ളൂ. എന്നാൽ മാത്രമേ ആ പെറ്റലിൽ ആ ഫീമെയിൽ ബീയുമായിട്ട് അതേപോലത്തെ രൂപസാദൃശ്യം വരുന്ന തരത്തിലുള്ള ചേഞ്ച് ആയിരിക്കണം നമ്മുടെ ഓർക്കിഡ് ഫ്ലവറിനും അതിൻ്റെ ആ ഒരു പെറ്റലിനും വന്നിരിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഈ പോളിനേഷൻ സക്സസ് ആയിട്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണ് ഈ പറഞ്ഞ ഓർക്കിഡ് ഓഫ് എയറിസ്, മെഡിറ്ററേനിയൻ ഓർക്കിഡ് ഓഫ് എയറിസ് അല്ലെങ്കിൽ ആ പറഞ്ഞ ആ പ്ലാന്റിനും അതിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന നമ്മുടെ ഈ പറഞ്ഞ പോളിനേറ്ററിനും ഒരേപോലെ കോ ഇവല്യൂഷൻ നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാം. സോ ഒരു കോ ഇവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഏത് തരത്തിലുള്ള ചേഞ്ചും നമ്മുടെ ഓർക്കിഡ് ഓഫ് എയറിസിന് വന്നാലും അതേ തരത്തിലുള്ള ചേഞ്ച് നമ്മുടെ ഫീമെയിൽ ബീക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ബീക്ക് ഏത് തരത്തിലുള്ള ചേഞ്ചാണോ വരുന്നത് അതേ തരത്തിലുള്ള ആ ഫീമെയിൽ ബീയിൽ വരുന്ന കളർ പാറ്റേണിൽ ഏത് തരത്തിലുള്ള ചേഞ്ച് വന്നാലും അതേ തരത്തിലുള്ള ചേഞ്ച് തന്നെ നമ്മുടെ മെഡിറ്ററേനിയൻ ഓർക്കിഡ് ഓഫ് എയറിസിന് ആ ഒരു പെർട്ടിക്കുലർ പെറ്റലിന് വന്നാൽ മാത്രമേ എൻഷുർഡ് ആയിട്ടുള്ള പോളിനേഷൻ നടക്കുകയുള്ളൂ. സോ ഇത് കോ ഇവല്യൂഷൻ നേച്ചറിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ പ്ലാന്റ് അനിമൽ റിലേഷൻ പറയുന്ന പോലെ ആ പ്ലാന്റിന് എന്ത് മാറ്റം വരുന്നുണ്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിന് പോളിനേറ്റർ ആയിട്ടുള്ള അനിമലിനും മാറ്റം വരണം. സോ അനിമൽ പോളിനേറ്ററിന് മാറ്റം വരുന്ന പോലെ തന്നെ ഈ പ്ലാന്റിനും മാറ്റം വരണം, ഇവല്യൂഷൻ സംഭവിക്കണം. സോ നേച്ചറിൽ കോ ഇവല്യൂഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ മെഡിറ്ററേനിയൻ ഓർക്കിഡ് ഓഫ് എയറിസ് കാണിക്കുന്ന ആ സെക്ഷൽ ഡെസിറ്റും അതിന് തുല്യമായിട്ട് വരുന്ന അതിൻ്റെ ഫ്ലവറിലുള്ള ആ ഫീമെയിൽ ബീനുള്ള അത്രമാത്രം വിശ്വസിക്കാനാവാത്ത രൂപസാദൃശ്യവും. സോ ഇതും ഒരു മ്യൂച്വലിസത്തിൻ്റെ എക്സാമ്പിളിൽ വരുന്നതാണ്.